നടി തൃഷയെക്കുറിച്ച് നടത്തിയ ദ്വയാർത്ഥ അശ്ലീല പരാമർശത്തിൽ തമിഴ്നാട് പ്രതിപക്ഷ നേതാവ് ഉദയനിധി സ്റ്റാലിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. മുൻകൂർ ജാമ്യാപേക്ഷ ഇന്ന് കോടതി പരിഗണിക്കാനിരിക്കെയായിരുന്നു പോലീസ് നടപടി. നീലാങ്കരയിലെ ഔദ്യോഗിക വസതിയിൽ നിന്നാണ് തഞ്ചാവൂർ പോലീസ് പ്രതിപക്ഷ നേതാവിനെ കസ്റ്റഡിയിലെടുത്തത്. പോലീസ് നടപടിക്കെതിരെ വ്യാപക പ്രതിഷേധം സംഘടിപ്പിക്കുകയാണ് DMK പ്രവർത്തകർ. DMK MPമാർ പാർലമെന്റിനകത്തും പുറത്തും പ്രതിഷേധിച്ചു. കാവേരി നദീജല തർക്കത്തിൽ DMK നടത്തിയ പ്രതിഷേധത്തിനിടെയായിരുന്നു വിവാദ പരാമർശം. ഷെബിൻ മെഹബൂബാണ് വിവരങ്ങൾ നൽകാനുള്ളത്. ഷെബിൻ, ഉദയനിധി സ്റ്റാലിനെ കസ്റ്റഡിയിലെടുത്തിരിക്കുന്നു. പക്ഷേ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കാനിരിക്കെയാണ് ഈ ധൃതിപ്പെട്ടുള്ള നടപടി. അദ്ദേഹത്തിന്റെ അറസ്റ്റിലേക്ക് കാര്യങ്ങൾ നീങ്ങുമോ? നൗഫൽ, ഇന്ന് ഉച്ചയ്ക്ക് 2 മണിക്ക് ഉദയനിധി സ്റ്റാലിൻ്റെ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കാനിരിക്കെയാണ് തമിഴ്നാട് പോലീസ്, തഞ്ചാവൂർ പോലീസ് ഉദയനിധി സ്റ്റാലിനെ കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം തഞ്ചാവൂരിൽ DMK സംഘടിപ്പിച്ച കാവേരി നദീജല തർക്കവുമായി ബന്ധപ്പെട്ട പരിപാടിയിലാണ് വിവാദ പരാമർശമുണ്ടായത്. വിജയെയും തൃഷയെയും ബന്ധപ്പെടുത്തി ദ്വയാർത്ഥ അശ്ലീല പരാമർശം ഉദയനിധി സ്റ്റാലിൻ നടത്തിയത്. കാവേരി വിഷയത്തിൽ മുഖ്യമന്ത്രി മിണ്ടുന്നില്ലെന്നും അദ്ദേഹത്തിന് ആകെയുള്ള ജോലി DMK പ്രവർത്തകർക്കെതിരെ കള്ളക്കേസ് എടുക്കലാണെന്നും പറഞ്ഞ ശേഷം ഒന്ന് നിർത്തിയ ശേഷം പ്രവർത്തകർ തൃഷ എന്ന് വിളിച്ചു പറയുകയും അതിനുശേഷം നടത്തിയ ദ്വയാർത്ഥ പരാമർശമാണ് വിവാദത്തിനിടയാക്കിയത്. അപ്പോൾ തന്നെ തമിഴ്നാട്ടിൽ TVK പ്രവർത്തകരും BJP പ്രവർത്തകരും ധാരാളം ശക്തമായ പ്രതിഷേധവുമായി രംഗത്തെത്തിയിരുന്നു. പോലീസ് കേസെടുക്കണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. 6 വകുപ്പുകൾ ചുമത്തി ഇന്നലെ തന്നെ ഉദയനിധി സ്റ്റാലിനെതിരെ കേസെടുത്തിരുന്നു. അങ്ങനെയാണ് ഇന്ന് രാവിലെ 11 മണിയോടെ വയലാങ്കി വീട്ടിലെത്തിയിട്ട് പ്രതിപക്ഷ നേതാവിൻ്റെ ഔദ്യോഗിക വസതിയിലെത്തിയിട്ട് ഉദയനിധി സ്റ്റാലിനെ അറസ്റ്റ് ചെയ്ത് തഞ്ചാവൂരിലേക്ക് കൊണ്ടുപോയത്. ഉദയനിധി സ്റ്റാലിൻ്റെ വാഹനത്തെ പിന്തുടർന്ന DMK പ്രവർത്തകരുടെ വാഹനങ്ങൾ പോലീസ് തടഞ്ഞു. ഈ അറസ്റ്റ് രാഷ്ട്രീയ പ്രേരിതമാണെന്ന് DMK നേതാവ് ഇളങ്കോവൻ പറഞ്ഞു. രാഷ്ട്രീയ പകപോക്കലിൻ്റെ ഭാഗമാണ് ഉദയനിധി സ്റ്റാലിനെതിരെയുള്ള നടപടിയെന്നാണ് ഇളങ്കോവൻ പറയുന്നത്. നൗഫൽ.